ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. കേസിൽ സുപ്രധാന വിവരങ്ങൾ കൈമാറാനുണ്ടെന്ന് കാട്ടി ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ കടത്തിയതിന് പിന്നിൽ കള്ളക്കടത്ത് സംഘമാണെന്നും 500 കോടി രൂപയുടെ ഇടപാട് നടന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ. ഒരു വ്യവസായിയാണ് നിർണായക വിവരങ്ങൾ ചെന്നിത്തലയ്ക്ക് കൈമാറിയത്. കോടതിയിലെത്തി രഹസ്യമൊഴി നൽകാൻ ഇയാൾ തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. ഇതിനു മുമ്പും 1-2 ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവർ അന്വേഷണം നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. സ്വർണ്ണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആൻറ്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. ആ ഇൻഫർമേഷൻ ചെറിയ കാര്യമാണോ? അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? അമൽ തേനംപറമ്പിൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. രമേശ് ചെന്നിത്തല പറയുന്നത് നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, ഒരു വ്യവസായി പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ്. തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും ഇന്ന് മൊഴി നൽകുകയാണല്ലോ. വിശദാംശങ്ങൾ എന്താ? ഇന്ന് 11 മണിക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലെത്തി തനിക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കാമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കളവ് പോയിട്ടുള്ള സ്വർണം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പല അറസ്റ്റുകളും മറ്റന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ സ്വർണം എവിടെ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ചില വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ചെന്നിത്തല ഇത് പറഞ്ഞിരുന്നു. ഒരു വ്യവസായി, വിദേശത്തുള്ള ഒരു വ്യവസായി, ഇപ്പോൾ പക്ഷേ കേരളത്തിൽ ഉള്ള ആളാണ്. അപ്പോൾ ആ വ്യവസായിയാണ് തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഈ സ്വർണം സംബന്ധിച്ച കാര്യത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നുള്ളതും മാത്രമല്ല, അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 500 കോടി രൂപയിലധികം വരുന്ന തുകയ്ക്ക് ഈ സ്വർണം വിറ്റുപോയിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് ഈ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തുന്നത്. അത് തന്നോട് മറ്റൊരാൾ പറഞ്ഞു എന്നുള്ളതാണ് ചെന്നിത്തല പറയുന്നത്. നേരിട്ട് ആ പറയുന്ന വ്യവസായിക്ക് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ എത്താനുള്ള ഒരു മടി കൊണ്ടാണ് തന്നോട് ആ വിവരം വെളിപ്പെടുത്തിയത്. അപ്പോൾ താൻ ആ വ്യവസായിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തി മൊഴി കൊടുക്കാൻ ആ വ്യവസായി വേണമെങ്കിൽ തയ്യാറാണ്, അല്ലെങ്കിൽ കോടതിയിലെത്തി രഹസ്യമൊഴി കൊടുക്കാനും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. ഇന്നെന്തായാലും 11 മണിക്ക് ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകും. ശരിയാണ്.